ഇതുപോലെ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും ബസ് നമ്മുടെ രമ്യച്ചിക്ക് പറയാനുണ്ടാവും കഥ അല്ലെ രമ്യച്ചി? കല്യാണത്തിന് മുമ്പ് അഡ്വൈസ് മെമ്മോ KSRTC കണ്ടക്ടറായിട്ട് അഡ്വൈസ് മെമ്മോ വന്നായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടക്ടർ ആയത്. ചേട്ടൻ KSRTC ഡ്രൈവർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് ടൂറിസ്റ്റ് ബസ്സിന് പകരം KSRTC ബസ്സാണ് ആളുകളെ കൊണ്ടുപോകാൻ വിളിച്ചത്. പിന്നെ ഞാനും ചേട്ടനും കൂടെ കിളിമാനൂർ ഡിപ്പോയിൽ തന്നെ ചേട്ടൻ ഡ്രൈവറായിട്ടും അതേ ബസ്സിൽ കണ്ടക്ടറായിട്ടും ഞങ്ങൾ കുറെ ഡ്യൂട്ടി പോയിട്ടുണ്ട്. നിങ്ങൾ പോയി കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോയത് എങ്ങോട്ടേക്കായിരുന്നു ഈ ട്രിപ്പ് ആയിട്ട്? ചേട്ടൻ നെടുമങ്ങാട് ആയിരുന്നു ചെയിൻ സർവീസ് ആയിരുന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതില് ചേട്ടൻ ഡ്രൈവറായിട്ടും ഞാൻ കണ്ടക്ടറായിട്ടും പോയിട്ടുണ്ട്. അറിയോ, നമ്മൾ ഈ ചില റീലൊക്കെ കാണില്ല, ഈ ബസ്സിന്റെ ഡ്രൈവർമാർ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ബാഗിലിരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ അതുപോലെ ആയിരിക്കും ചേട്ടൻ ഓടിച്ച് ഉടുപ്പൊക്കെ തോന്നുന്നു. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ലവ് മാരേജ് ആയിരുന്നോ നിങ്ങളുടെ? ലവ് മാരേജ് അല്ല. പക്ഷെ എല്ലാരും അല്ലെ ഉറപ്പാണ്, എല്ലാരും ചോദിക്കുന്ന അതാണ്. കല്യാണം ആലോചിച്ച് വന്നതാണ്. അന്നിന് പക്ഷേ അഡ്വൈസ് മെമ്മോ വന്ന് നിൽക്കിയത്. പിന്നീടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ ആയത്. അത് കിളിമാനൂർ തന്നെയാണ് വന്നത്. ഞങ്ങൾ രണ്ടും ഒരേ ഡിപ്പോയിൽ ചെയ്ത്. ചേട്ടൻ ഇപ്പൊ ആരോഗ്യവകുപ്പ് ഡ്രൈവറാണ്. എന്നാലും ആ ഒരു ഫീലിംഗ് ആലോചിച്ച് നോക്കണേ. ബെല്ലടിച്ചാലേ ചേട്ടൻ വണ്ടി എടുക്കാൻ പറ്റും.